Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ഇഗ്നോയില് അഡ്മിഷൻ എടുത്തുള്ള കുട്ടികളുടെ ഭാഗത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വന്നുള്ള റിക്വസ്റ്റ് ആണ് എന്ന് മുതലാണ് സിലബസ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റഡി മെറ്റീരിയൽ റിവ്യൂ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ്, എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ എന്ന് മുതൽ ആരംഭിക്കും. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്ഥാപനം BCom BBA MCom MBA ഈ 4 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അതുമാത്രമല്ല നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇന്ന് മുതൽ നമ്മൾ ആ സീരീസ് ആരംഭിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോഗ്രാമാണ് MBA ഫസ്റ്റ് സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പർ ആണ് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സിന്റെ സിലബസ് ഡീറ്റെയിൽസ്, സ്റ്റഡി മെറ്റീരിയൽ അനാലിസിസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും റെഫറൻസ് ബുക്കിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എങ്കിൽ അത്, ദെൻ ഏത് രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഇതൊക്കെ വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCom MBA BCom BBA ഈ 4 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. MBA ഫസ്റ്റ് സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻസ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ടോട്ടൽ 7 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിൽ. ഞാൻ നേരത്തെ പറഞ്ഞു 2 പ്രോബ്ലം പേപ്പേഴ്സ്, ദെൻ ബാക്കി 5 തിയറിയാണ്. തിയറിയിൽ വരുന്ന മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് ഉണ്ട്, HRM ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ബിസിനസ് എൻവയോൺമെന്റ്, പിന്നെ പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ട് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻസ്, ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. സോ ഇതിൽ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ നിങ്ങളുടെ സിലബസ് ഇതാണ്. സിലബസ് 5 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓരോ യൂണിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. 5 ബ്ലോക്കുകളാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ബ്ലോക്ക്. സോ ഇതിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എൻ ഓവർവ്യൂ ആണ്. രണ്ടാമത്തെ ബ്ലോക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. മൂന്നാമത്തെ ബ്ലോക്ക് വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. നമ്പർ 5 എമർജിങ് ഇഷ്യൂസ് ഇൻ അക്കൗണ്ടിങ്. സോ BCom BBA പഠിച്ചിട്ടുള്ള കുട്ടികൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും ടച്ച് ഉള്ളവരായിരിക്കാം. ദെൻ MBA കോഴ്സ് ആയതുകൊണ്ട് തന്നെ നോൺ കോമേഴ്സ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നോൺ മാനേജ്മെന്റ് സ്റ്റുഡൻസും MBAക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് കുറച്ചൊരു ടഫായിരിക്കും. ടഫ് എന്നല്ല, പഠിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമല്ല, ബട്ട് ആദ്യമായിട്ടായിരിക്കും പല ടേമുകളും കേട്ടിട്ടുണ്ടാവുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ മൊഡ്യൂള് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് കാണാം. സോ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഡീറ്റെയിൽസ് വരുന്നത്, അക്കൗണ്ടിങ് ആൻ ഓവർവ്യൂ. സോ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമേഴ്സ് സ്റ്റുഡൻസ് +1 മുതൽ പഠിക്കുന്ന കാര്യമാണ്. അതിൽ എന്താണ് അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ്ങിൻ്റെ സിസ്റ്റം ആപ്ലിക്കേഷൻ, അതിൻ്റെ ബേസിക് തിയറി, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ കാണാനുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +1 ഒരു കോമേഴ്സ് സ്റ്റുഡൻറ്റ് പഠിക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, കണ്ടോ, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യം കാണാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാണിത്. ഈ പറഞ്ഞ കോമേഴ്സ് സ്റ്റുഡൻസ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇതൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുള്ളതാണ്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് അല്ലേ, ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഇൻഫ്ലേഷൻ, ദെൻ കണ്ടോ, ഇതൊക്കെ നിങ്ങൾ +1 +2 അല്ലെ +1 ആദ്യം പഠിച്ചിട്ടുള്ളത്. സോ അതൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. ദെൻ അക്കൗണ്ടിങ് ഫ്രെയിം വർക്ക്, ഇവിടെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, കണ്ടോ +1 നിങ്ങൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അതുപോലെ തന്നെ മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്.
വരുന്നത്. ഇതാണ് നമുക്ക് ദെൻ കണ്ടിന്യൂറ്റി കൺസെപ്റ്റുകള്, കോസ്റ്റ് കൺസെപ്റ്റ്, അങ്ങനെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് വരുന്നതാണ് ഈ പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിലെ ആദ്യത്തെ ചാപ്റ്റർ. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് ആണ് നിങ്ങളുടെ. ദെൻ കണ്ടോ ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. പിന്നെ നെക്സ്റ്റ് യൂണിറ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇവിടെയാണ് നമുക്ക് ജേണല് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ട്രേഡിംഗ് പി ആൻഡ് ബാലൻസ് ഷീറ്റിന്റെ കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, പി ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇതിന്റെ കാര്യങ്ങൾ. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ റൂൾസ്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, അതിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ +1 +2 ഞാൻ പറയണു കോമേഴ്സ് സ്റ്റുഡൻസ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രോബ്ലംസിന്റെ ഏരിയാസ്, അക്കൗണ്ടിങ് ഇക്വേഷൻ, എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും റൂൾസിന്റെ ബേസിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് പിന്നെ വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേണലിലോട്ട് വരാം. എന്താണ് ജേണല്, ജേണൽ എൻട്രീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ജേണലൈസിങ് എന്താണ്, സബ് ഡിവിഷൻ ഓഫ് ജേണൽസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അതാണ് നെക്സ്റ്റ് വരുന്നത്. എൻട്രിയും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുള്ളതാണ്. കണ്ടോ, പിന്നെ നമ്മൾ പ്രോബ്ലത്തിന്റെ ഏരിയാസിലോട്ട് വരുന്നു, ജേണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിനുശേഷം ജേണൽ കഴിഞ്ഞാൽ അറിയാം ലെഡ്ജർ ആണ് വരുന്നത്. സോ ഇതിലൊക്കെ ഒരു പ്രോബ്ലമൊക്കെ കാണാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീഷണൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ബുക്സ് നോക്കും കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും ലെഡ്ജർ ആണ് പിന്നെ വരുന്നത് പ്രോബ്ലം. ദെൻ ലെഡ്ജറിന് ശേഷം അതിൻ്റെ പ്രോബ്ലംസ് കഴിഞ്ഞതിന് സമ്മറി, ട്രയൽ ബാലൻസിലോട്ട് നമുക്ക് നെക്സ്റ്റ് പോകാനുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ട്രേഡിംഗ് പി ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. സോ അതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് കാണാനുള്ള. അവിടെ നമുക്ക് മെയിനായിട്ട് ട്രേഡിംഗ് പി ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. അതിനായിട്ട് മുമ്പ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഫിഫോ ലിഫോ ഡീറ്റെയിൽസ് അതൊക്കെ ഇതിൻ്റെ ഉള്ളിലെ കൺസെപ്റ്റ് മനസ്സിലാക്കാനുണ്ട്. അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് പിന്നെ ഫൈനൽ അക്കൗണ്ടിന്റെ പ്രോബ്ലത്തിലോട്ട് പോണേക്കാൾ മുമ്പ്. കണ്ടോ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പി ആൻഡ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ആണ്. അതിനുശേഷം ബാലൻസ് ഷീറ്റ്. ഓക്കെ, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ. അതൊരു എസ്സേ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ്, 7 ചോദ്യങ്ങൾ തരുന്നു. 7 ചോദ്യങ്ങളാണ് തരുന്നതിൽ 5 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഇതാണ് നെക്സ്റ്റ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ BCom BBA സ്റ്റുഡൻസിന് ഇത് കാണുമ്പോൾ ഫെമിലിയർ ആയിരിക്കും, ബട്ട് അവർ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അഡീഷണൽ പ്രോബ്ലംസ് ആണ് പിന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫുൾ പ്രോബ്ലംസ് കാണാം. കണ്ടോ, പിന്നെ കമ്പനീസ് ആക്ട് വെച്ചിട്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, കമ്പനീസ് ആക്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതാണ് നമുക്കിവിടെ ഫൈനലി കാണാൻ സാധിക്കുക. ഇപ്പം നമ്മൾ ആദ്യം സോൾ പ്രൊപ്പറേറ്റർ ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളാണ് കണ്ടതെങ്കിൽ പിന്നെ നമുക്ക് കാണാനുള്ളത് കമ്പനിയുടെ ആണ്. പിന്നെ അതിൻ്റെ കൂടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ ഇതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്ക്. അത് കൂടിയിട്ട് നമുക്ക് ഒരു 5 ചോദ്യങ്ങളാണ് വരെ എക്സാമിന്, ബട്ട് ഓരോ ബ്ലോക്കിലും ഡെപ്തിൽ പഠിക്കാനുണ്ട്. 7 ചോദ്യങ്ങൾ 8 ചോദ്യങ്ങൾ തന്നിട്ട് നമുക്ക് അതിലെ 5 എണ്ണമാണ് നമുക്ക് ചെയ്യാനുള്ള, ബട്ട് അത് ഡെപ്തിൽ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 1. ഇനി ബ്ലോക്ക് നമ്പർ 2 പോകുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇപ്പം നമ്മൾ ബ്ലോക്ക് നമ്പർ 1 തന്നെ സിലബസിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്കുള്ള കാര്യങ്ങൾ കണ്ടോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ വരെയാണ് ഏറ്റവും വലിയ ബ്ലോക്കാണ് നമ്പർ 1. ഒരുപാട് പഠിക്കാനുണ്ട്. ഈ ബ്ലോക്ക് 2 പോണ സമയത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. നമുക്ക് ഇവിടെ
അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 3 അക്കൗണ്ടിങ്ങും പഠിക്കാനുണ്ട്. മിക്സ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് 3ഉം പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെയുള്ള. അതിൽ ആദ്യം കോസ്റ്റിന്റെ കോമ്പോണൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, ബേസിക്സ് മൊത്തം കവർ ചെയ്യാനുണ്ട്. കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ, ഓക്കെ, പ്രോബ്ലംസ് ആണ് വരുന്നത്. ഓക്കെ, അതിന്റെ തിയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട് അതിന്റെ കൂടെ തന്നെ. ഓക്കെ, ദെൻ അതിനുശേഷം നെക്സ്റ്റ് അടുത്ത മൊഡ്യൂളായിട്ട് നമുക്ക് കാണാനുള്ളത് ഡിഫറെൻറ്റ് അബ്സോർപ്ഷൻ മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മാർജിനൽ കോസ്റ്റിംഗ്. എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളൊരു ടോപ്പിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. അതിൻ്റെ പ്രോബ്ലംസ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഫിക്സഡ് എന്താണ്, വാരിയബിൾ എന്താണ്, ദെൻ ഡിഫറെൻറ്റ് എന്താണ് അതിൻ്റെ പ്രോബ്ലംസ്, അതിൽ അബ്സോർപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്. രണ്ടിൻ്റെയും പ്രോബ്ലംസ് ആണ്. ബ്രേക്ക് ഇവൻ അനാലിസിസ്, CVP അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രോബ്ലംസും തിയറിയും ഈക്വൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അതാണ്. പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. തിയറി റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ABC, ഓക്കെ, അതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്. മൊത്തം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, അപ്പോൾ പ്രോബ്ലംസും തിയറിയും മിക്സ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് നമുക്ക്. ദെൻ ബ്ലോക്ക് നമ്പർ 3 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. നേരത്തെ പറഞ്ഞതിൻ്റെ ആപ്ലിക്കേഷൻ ആണുള്ള ഒരുപാടുണ്ട്. CVP അനാലിസിസിൻ്റെ തിയറി, പ്രോബ്ലംസ്, ഇതൊക്കെ ഡെപ്തിലുള്ള ടോപ്പിക്കാണ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മാർജിനൽ കോസ്റ്റിങ്ങിൽ വരുന്ന പല ഡീറ്റെയിൽസിൻ്റെയും ആപ്ലിക്കേഷൻസ് ആണ് നമുക്കിവിടെ. ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ എങ്ങനെയാണിത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ബ്ലോക്ക് വരുന്നത്. ഓക്കെ, ഞാൻ മൊത്തം പേജസിലോട്ട് പോകുന്നില്ല. ഇതൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ബ്ലോക്ക് നമ്പർ 4 പോണ സമയത്ത് അവിടെ വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പാർട്ടായിട്ട് വരുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാണ്. ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, ഇതിൻ്റെയൊക്കെ അനാലിസിസ്, ഇതൊക്കെ ഡെപ്തിൽ നമുക്കിവിടെ പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്, ട്രെൻഡ് അനാലിസിസ്, ഇതൊക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ആ റേഷ്യോ അനാലിസിസിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് മൊഡ്യൂൾ നമ്പർ 4 ദ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എമർജിങ് ഇഷ്യൂസ് ഇൻ അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൽ വന്നിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, HR അക്കൗണ്ടിങ്, പുതിയ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ്, ഇത് തിയറി ആയിട്ട് മിക്ക പേപ്പറിലും കാണാറുള്ളതാണ് കേട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലെ ഏരിയയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫോറൻസിക് അക്കൗണ്ടിങ്. അങ്ങനെ എമർജിങ് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്, ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് 5 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് പഠിക്കാനുണ്ട് ശരിക്കും. നമ്മുടെ സിലബസ് നോക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. ബട്ട് എങ്ങനെ സ്മാർട്ടായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാം, അതാണ് നമ്മൾ നമ്മുടെ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സസിൽ പ്രൊവൈഡ് ചെയ്യുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, പിന്നെ എമർജിങ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം, ടോട്ടൽ ഒരു 400 പേജാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ അത്രത്തോളം പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെയിനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, പഠിച്ചു തുടങ്ങുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഇല്ലാത്തവർ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യലാണ്. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ഇല്ലെങ്കിലും പഠനം ആരംഭിക്കാൻ സാധിക്കുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ. ദെൻ അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ബേസിക്സിലോട്ട് പോയാലും മതി. കാരണം 5 മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ വെച്ച് ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം അവിടെ കയ്യിൽ നിന്ന് പോകും.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് വെച്ചിട്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കാൻ ഞാൻ ഒരു കാരണവശാലും പറയില്ല. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പഠനം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ ഡിഗ്രി BCom BBA പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ പല സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ മിക്സ്ചറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഒരു കാരണവശാലും പറയില്ല. കോസ്റ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ലാസ്റ്റ് പഠിച്ചാൽ മതി. കാരണം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ സ്മാർട്ട് സ്റ്റഡി ആയിട്ട് എനിക്ക് പറയാനുള്ളത് കോസ്റ്റ് പഠിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കുക, മൊഡ്യൂൾ നമ്പർ 5 ഡിസ്കസ് ചെയ്യുക, ദെൻ മൊഡ്യൂൾ നമ്പർ 1, പിന്നെ മൊഡ്യൂൾ നമ്പർ 4 പോവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് അവസാനിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാടുണ്ട്. ഓക്കെ, സോ ഇതാണ് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, അതുപോലെ തന്നെ സിലബസിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ നിങ്ങൾ എന്തായാലും അഡീഷണൽ പ്രോബ്ലംസിനൊക്കെ വേണ്ടിയിട്ട് വേറെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ സബ്ജക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.